എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മഹാശനി മാറ്റം 2025. 9 നക്ഷത്രക്കാർക്ക് മാർച്ച് 29 മുതൽ രാജയോഗം. 7 ശനി വിട്ടൊഴിയുന്നു. ഇനി രാജയോഗത്തിലേക്ക്. 2025 ജ്യോതിഷലോകം കാത്തിരിക്കുന്നത് ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് ശനിയുടെ രാശിമാറ്റമാണ്. കർമ്മഫലദാതാവിന് ശനി നവഗ്രഹങ്ങളിൽ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹവും 2.5 വർഷം കൂടുമ്പോഴാണ് ശനി രാശി മാറുന്നത്. ഇപ്പോൾ തന്നെ മൂലത്രികോണ രാശിയും ഇഷ്ടരാശിയുമായ കുംഭരാശിയിലൂടെയാണ് ശനി സഞ്ചരിക്കുന്നത്. അവിടെ നിന്നും 2025 മാർച്ച് 29 രാത്രി 10:39 ശനി മീനം രാശിയിലേക്ക് സംക്രമിക്കും. 2025 മുതൽ രാജയോഗം തുടങ്ങുന്നവർ വ്യാഴത്തിന്റെ രാശിയായ മീനം രാശിയിലേക്കുള്ള ശനിയുടെ പ്രയാണം ഗുണകരമാകുമോ ദോഷമാണോ ചെയ്യുക എന്നറിയാനാണ് പലരും കാത്തിരിക്കുന്നത്. ഇപ്പോൾ ഏഴരശനിയും കണ്ടകശനിയും അടക്കം ശനിയുടെ ദോഷം അനുഭവിക്കുന്ന നിരവധി രാശികൾ ഉണ്ട്. ഇവർക്ക് അവരുടെ ഗ്രഹനിലയിലെ ശനിയുടെ സ്ഥാനമനുസരിച്ച് ജീവിതത്തിൽ മാറ്റങ്ങളും ഉണ്ടാകും. മീനം രാശിയിലേക്കുള്ള ശനിയുടെ സംക്രമണത്തിലൂടെ ചില രാശികൾക്ക് രാജയോഗം തന്നെ വന്നു ചേരുന്നതാണ്. ജാതകത്തിൽ 3, 6, 11 ഭാവങ്ങളിലൂടെ ശനി സഞ്ചരിക്കുകയാണെങ്കിൽ രാജയോഗത്തിന്റെ കളമൊരുങ്ങും. ഏതെല്ലാം നാളുകാർക്കാണ് 2025 മാർച്ച് മുതൽ രാജയോഗം തുടങ്ങുന്നത് എന്ന് നോക്കാം. അതിൽ ആദ്യത്തെ രാശി ഇടവം രാശിയാണ്. അതിൽ കാർത്തിക അവസാന പകുതി, രോഹിണി, മകയിരം ആദ്യ പകുതി. ഇടവം രാശിയിൽ ഉൾപ്പെട്ട നാളുകാർക്കാണ് മഹാശനി മാറ്റത്തിലൂടെ ഏറ്റവും കൂടുതൽ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കാൻ പോകുന്നത്. ഇടവം രാശിയുടെ 9, 10 ഭാവങ്ങളിലൂടെ അധിപനാണ് ശനി. ഈ രാശിയുടെ 11ാമത്തെ ഭാവത്തിലേക്കാണ് ശനി വന്നെത്തുന്നത്. ഇതുമൂലം ഇവരുടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാണാനാകും. ഇത്രയും കാലം അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം ലഭിക്കും. പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തരണം ചെയ്ത് മുന്നേറാനും സാധിക്കും. കർമ്മരംഗത്ത് വളർച്ചയും വരുമാന വർധനവും ഉണ്ടാകും. പുതിയ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹം സാധ്യമാകും. ബിസിനസ്സുകൾക്ക് വൻ ലാഭം വന്നു ചേരും. നിക്ഷേപങ്ങൾ നടത്താൻ അനുകൂലമായ സമയമാണിത്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരും. ജോലിയിൽ സ്ഥാനക്കയറ്റം ലഭിക്കും. ജോലിയിൽ ആഗ്രഹിച്ച മാറ്റങ്ങളെല്ലാം തന്നെ സംഭവിക്കും. കുടുംബജീവിതം സന്തോഷകരമാകും. ദാമ്പത്യം അഭിവൃദ്ധിപ്പെടും. ആരോഗ്യം മെച്ചപ്പെടും. പുതിയ വീട്, വാഹനം, മറ്റ് സ്വത്തുവകകൾ എല്ലാം വാങ്ങുന്നതിനുള്ള സമയമാണിത്. അടുത്ത രാശി തുലാം രാശിയാണ്. അതിൽ ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ ഭാഗം. ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് മഹാശനി മാറ്റത്തിലൂടെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകും. തുലാം രാശിയുടെ 4, 5 ഭാവങ്ങളുടെ അധിപനാണ് ശനി. ഇവരുടെ 6ാം ഭാവത്തിലേക്കാണ് ശനി വന്നെത്തുന്നത്. ഈ മാറ്റത്തിലൂടെ ഇവർക്ക് അപ്രതീക്ഷിതമായ ശമ്പള വർധനവ് ഉണ്ടാകും. ശത്രുക്കൾ ഇല്ലാതാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. ആഗ്രഹിച്ച വിവാഹം നടന്നേക്കും. സന്താന ഭാഗ്യം ലഭിക്കും. ദാമ്പത്യ പ്രശ്നങ്ങൾ മാറും. മാനസികമായ സന്തോഷം അനുഭവപ്പെടും. പൊതുവെ വഴക്കുകൾ കുറയുന്ന സമയമാണിത്. വസ്തുവകകൾ വാങ്ങാനും നിക്ഷേപങ്ങൾ നടത്താനും നല്ല സമയമാണിത്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേരുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ ചെയ്തു തീർക്കും. കർമ്മരംഗത്ത് മികച്ച പ്രകടനം കാഴ്ചവെക്കും. പ്രതീക്ഷിക്കാത്ത ഉയർച്ചയും സ്ഥാനമാനങ്ങളും ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം കൈവരുന്ന സമയമാണ്. ബിസിനസ് വളർച്ചയുണ്ടാകും. സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. വീട് വെക്കുന്നവർക്ക് ഈ വർഷം തന്നെ വീട്ടിലേക്ക് താമസം മാറാൻ സാധിക്കും. പൊതുവെ ശനിമാറ്റം തുലാം രാശിക്കാർക്ക് രാജയോഗം നൽകും. അടുത്ത രാശി മകരമാണ്. അതിൽ ഉത്രാടം അവസാന 3 ഭാഗം, തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതി. ഈ നക്ഷത്രക്കാർക്ക് സ്വന്തം രാശിയുടെ 2ാം ഭാവത്തിന്റെയും അധിപനായ ശനിയുടെ രാശിമാറ്റം ഗുണകരമാണ്. രാശിയുടെ 3ാമത്തെ ഭാവത്തിലേക്കാണ് ശനി വന്നെത്തുന്നത്. ഈ സമയത്ത് മകരം രാശിക്കാരുടെ ഏഴരശനി അവസാനിക്കും. കഷ്ടകാലം മാറും. 7.5 വർഷമായി ഇവർ അനുഭവിച്ചു വരുന്ന കഷ്ടകാലത്തിനും പ്രതിസന്ധികൾക്കും വിരാമമാണ്. ഇവരുടെ ഏഴരശനി പൂർണ്ണമായും വിട്ടുമാറും. ഇവരുടെ ധൈര്യം, ആത്മവിശ്വാസം എന്നിവയുമായി ബന്ധപ്പെട്ട ഭാവത്തിലേക്കാണ് ശനി വന്നെത്തുന്നത്. അതുകൊണ്ട് മകരം രാശിക്കാർ നേട്ടങ്ങളുടെ കൊടുമുടി കയറാൻ പോവുകയാണ്. ഇവരുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും. ഇവർക്ക് ധനം കൈവശം വന്നു ചേരുകയും വാക്കുകൾക്ക് മറ്റുള്ളവർക്ക് വില കൽപ്പിക്കുകയും ചെയ്യും. പ്രതീക്ഷിച്ച ഉയർച്ചയുണ്ടാകും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം പോലെയുള്ള ജോലി ലഭിക്കുകയും ചെയ്യും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം വന്നു ചേരുകയും ബിസിനസ് കൂടുതൽ വിപുലമാകുകയും ചെയ്യും. ദാമ്പത്യ പ്രശ്നങ്ങൾ മാറിക്കിട്ടും. കടം വീട്ടാനാകും. പണം കയ്യിൽ വരും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ഫോർ മോർ വീഡിയോ സബ്സ്ക്രൈബ് മൈ ചാനൽ.